മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ട ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന പുനരധിവാസ ഭവന പദ്ധതിയുടെ ആദ്യഘട്ട കൈമാറ്റം ജനുവരി 28-ന് നടക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കേപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് ആകെ 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. ഇതിൽ നിർമ്മാണം പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽദാനമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഏപ്രിൽ 30-ന് അവശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാകും. മുട്ടിൽ മേപ്പാടി റോഡിനോട് ചേർന്ന് മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് വീട് നിർമ്മിക്കുന്നത്. 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി 2ാം നില കൂടി നിർമ്മിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളോടുകൂടിയ വീടുകളാണ് ടൗൺഷിപ്പിലുള്ളത്. 3 വശവും കല്ലുകൊണ്ട് കെട്ടിയ കോമ്പൗണ്ടിന്റെ സുരക്ഷിതത്വവും വീടുകൾക്കുണ്ടാകും. മുസ്ലിം ലീഗിൻ്റെ സമ്പൂർണ്ണ പുനരധിവാസ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 100 വീടായിരുന്നു പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് 105 അപേക്ഷ ലഭിച്ചപ്പോൾ ആ 105 പേരെയും ഞങ്ങൾ പരിഗണിക്കുകയാണ് ഉണ്ടായത്. നേരത്തെ തന്നെ ദുരന്തം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ സമ്പൂർണ്ണ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നായിരുന്നു തങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷെ ആ പ്രഖ്യാപനമാണ് മറ്റുള്ളവരെ കൂടി ഈ 1000 സ്ക്വയർ ഫീറ്റിലേക്ക് ഉയർത്താൻ സഹായകമായത് എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഞങ്ങൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം എടുത്തു. കാരണം തോട്ടഭൂമിയൊക്കെ ആണല്ലോ, അങ്ങനെ ഒന്നും അല്ലാത്ത കൃത്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് കുറച്ച് കാലതാമസം എടുത്തു. എങ്കിലും ഞങ്ങൾ ഏറ്റവും അനുയോജ്യമായ, പ്രത്യേകിച്ച് ഈ ഗുണഭോക്താക്കൾക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു, മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് മേപ്പാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മുട്ടിൽ മേപ്പാടി റോഡിൽ ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഓരത്ത് നിൽക്കുന്ന മനോഹരമായ 11 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം നേരത്തെ കുറിച്ചെങ്കിലും മഴ കാരണം നമുക്ക് കൃത്യസമയത്ത് പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചില്ല. സെപ്റ്റംബർ 1-നാണ് വീടിൻ്റെ പ്രവൃത്തി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ കല്ലിട്ടുകൊണ്ട് തുടക്കം കുറിച്ചത്. 6 മാസം കൊണ്ടാണ് ഞങ്ങൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അത് കൈമാറാൻ പോവുകയാണ്. മലപ്പുറം മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ കൺസ്ട്രക്ഷന് കീഴിലുള്ള 100ഓളം തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളുമാണ് ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 1 മുട്ടിൽ.